2018 പ്രളയത്തിൽ ഇടുക്കി അണക്കെട്ട് തുറന്നപ്പോൾ തകർന്ന ചെറുതോണിയിലെ ബസ് സ്റ്റാൻഡിന് പകരമുള്ള പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായില്ല. സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ചെറുതോണി പാലത്തിലാണ് ഇപ്പോൾ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. വെയിലും മഴയുമേറ്റ് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. പണിതിട്ടും പണി തീരാത്തൊരു ബസ് സ്റ്റാൻഡാണിത്. പക്ഷേ ഈ ബസ് സ്റ്റാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഉദ്ഘാടനങ്ങൾ പലത് കഴിഞ്ഞതാണ്. ലാണ് മന്ത്രി റോഷി അഗസ്റ്റിന് അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചത്. പലതവണയായി അനുവദിച്ച 1,80 ലക്ഷം രൂപ ചെലവാക്കി ബസ് സ്റ്റാൻഡും അനുബന്ധ റോഡും പാലവും നിർമ്മിച്ചു. ബസ്സുകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് കോൺക്രീറ്റും നടത്തി. ജില്ലാ പഞ്ചായത്ത് 2,65 ലക്ഷം രൂപ മുടക്കി വ്യാപാര സമുച്ചയം നിർമ്മിച്ചു. കെട്ടിടത്തിന്റെ പ്ലംബിംഗും ഒരു ഭാഗത്തെ വയറിംഗും ഇനി പൂർത്തിയാകാനുണ്ട്. ഇതിനായി 65 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലേക്കുള്ള പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ടാറിംഗ് പൂർത്തിയാകാനുണ്ട്. ഇതെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ്. ജലസേചന വകുപ്പ് ചെറുതോണിത്തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതും പൂർത്തിയാക്കിയിട്ടില്ല. ജില്ലാസ്ഥാനത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഏക ജില്ലയാണ് ഇടുക്കി. കാരണം നമ്മുടെ ഇടുക്കിയോടുള്ള അവഗണന ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെയല്ല, കാരണം ഇവിടെയുള്ള ജനപ്രതിനിധികൾ തന്നെ ഇടുക്കിയോട് അവഗണന കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ ബസ് സ്റ്റാൻഡ് വന്നാൽ ആ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാകും. ഇവിടെ ജില്ലാസ്ഥാനത്തിന് വികസനം റെഡിയാവും. കുറെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. നല്ല രീതിയിൽ അത് വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം. ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഫലവത്താക്കി ഇത് പൊതുജനങ്ങൾക്കും വാഹനം കയറ്റാനുമുള്ള സംവിധാനം ചെയ്യണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആഗ്രഹം. പുതിയതായി പണിത ചെറുതോണി പാലത്തിലാണിപ്പോൾ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. വെയിറ്റിംഗ് ഷെഡും ശുചിമുറിയും ഒന്നും ഇല്ലാത്തതിനാൽ ആളുകൾ ഏറെ ബുദ്ധിമുട്ടുകയാണിപ്പോൾ. തിരക്കേറിയ ചെറുതോണി ടൌണിൽ ഇപ്പോൾ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പാലത്തിലാണ്. ഗതാഗത കുരുക്ക് പലപ്പോഴും അതിരൂക്ഷമാകാറുണ്ട്. പൊരി വെയിലത്തിപ്പോൾ ഈ അമ്മമാരുൾപ്പെടെ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൽക്കുന്നത് വലിയ കഷ്ടതയോടുകൂടിയാണ്. അപ്പോഴും അവർക്ക് ആശ്വാസകരമാകുന്ന ഒന്നുണ്ട് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ. എന്താണെന്നല്ലേ? നവകേരള യാത്രയ്ക്കിടെ നിർമ്മിച്ച ഒരു ഷെഡ്. കെഎസ്ആർടിസിക്ക് ഗ്യാരേജിനും വർക്ക്ഷോപ്പിനും ക്വാർട്ടേഴ്സിനും പമ്പിനുമായുള്ള സ്ഥലം വിട്ടു നൽകാൻ തീരുമാനമായെങ്കിലും ഏറ്റെടുക്കൽ നടപടി നീണ്ടുപോകുന്നതും സ്റ്റാൻഡ് തുറക്കാൻ തടസ്സമാകുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി ഈ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കുകയാണ് എങ്കിൽ ചെറുതോണി ടൌണിലെ ഗതാഗത കുരുക്കിനുൾപ്പെടെ വലിയ പരിഹാരമുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്ഘാടനങ്ങൾ മാത്രം നടത്തിയതുകൊണ്ടായില്ല, പൊതുജനങ്ങൾക്ക് കൂടി അത് പ്രയോജനപ്പെടുന്ന വിധത്തിലായിരിക്കണം. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.